മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഗുണ്ടകളെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടാൻ സംസ്ഥാന വ്യാപക പരിശോധനയുമായി പോലീസ്. കാപ്പ ചുമത്തിയ പ്രതികളെ പിടികൂടും. തുടർച്ചയായ ഗുണ്ട ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരിശോധന. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് പോലീസ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആതിര, ഇന്നലെ രാത്രി മുതലാണ് കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി ഗുണ്ടകളെയും ഒപ്പം പിടികിട്ടാപ്പുള്ളികളെയും കാപ്പ ചുമത്തിയവരെയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ ആഗ ഹണ്ട് എന്ന പേരിലാണ് ഈ തിരച്ചിലിനെ അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നേമം കരമന പ്രദേശങ്ങളിൽ വലിയ തരത്തിൽ തിരച്ചിൽ നടത്തി ഒരാളിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിൽ ഗുണ്ടാ സംഘങ്ങളിൽപ്പെട്ട ആളുകൾ ചേർന്ന് പാർട്ടി നടത്തിയതും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കരമനയിൽ ഒരു യുവാവിനെ അടിച്ചുകൊന്നതും ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ പരിശോധന സംസ്ഥാന വ്യാപകമായി നടത്തുന്നത്. ഈ പരിശോധന തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പരിശോധന വേണം എന്നൊരാവശ്യം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും തിരുവനന്തപുരത്ത് ഉയർന്നു വന്നിരുന്നു. കാരണം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മേഖലകളിൽ സാധാരണഗതിയിൽ രാത്രിയിൽ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങൾ കേരളത്തിൽ വലിയ ചർച്ചയും രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയത്. അതിൽ പ്രധാനമായ ഒരു സംഭവം ചില വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും വാഹന യാത്രക്കാരെ ഉൾപ്പെടെയുള്ളവരെയും തിരുവനന്തപുരം നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പരിശോധിക്കുകയുണ്ടായി. മാത്രവുമല്ല, വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ KD ലിസ്റ്റിലുള്ളവർ, പിടികിട്ടാപ്പുള്ളികൾ, ഇവരുടെ പട്ടിക തയ്യാറാക്കിയ ശേഷം ഇവരെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. അതിൽ നിന്നും ഒരാളിനെ കസ്റ്റഡിയിലെടുത്ത വിവരം മാത്രമാണ് പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത്. കൂടുതൽ പേർ കസ്റ്റഡി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വൈകുന്നേരത്തോടു കൂടി സംസ്ഥാന വ്യാപകമായി നടത്തിയ ഈ പരിശോധനയിൽ ഓപ്പറേഷൻ ഹണ്ടിൽ എത്ര പേര് പിടിയിലായിട്ടുള്ള വിവരം വ്യക്തമാകും. ഇതുമായി സംബന്ധിച്ച കണക്കുകൾ വൈകുന്നേരത്ത് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും നിലവിൽ ആഭ്യന്തര വകുപ്പിന് ചില ദുഷ്പേരുകൾ കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വലിയ തരത്തിൽ പരിശോധന നടത്തിയത്. കാരണം റൂറൽ അതുപോലെ തന്നെ സിറ്റി അടിസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പരിശോധന. പ്രത്യേകിച്ചും കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചോ സിറ്റി പോലീസ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന തിരുവനന്തപുരത്ത് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആതിര. ശരി ബിനോയ്, ഗുണ്ടകളെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടാൻ സംസ്ഥാന വ്യാപക പരിശോധനയുമായി പോലീസ്. കാപ്പ ചുമത്തിയ പ്രതികളെ പിടികൂടും. തുടർച്ചയായ ഗുണ്ട ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരിശോധനാ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്.